വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗ്രൂമിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനുണ്ട്, അപ്പോൾ റെഡി ആവണം. അപ്പോൾ എങ്ങനെ റെഡി ആവാൻ കാണിച്ചു തരും. ഒരു സിമ്പിൾ ഒരു ബ്ലൂ കളർ സാരിയാണ് ഞാൻ വെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഗ്രൂം ചെയ്യാമെന്ന് നോക്കാം, അതും സിമ്പിളായിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് വാച്ച് ദ വീഡിയോ ഫുൾ. ഇതിൻ്റെ അകത്ത് ഞാൻ കളർ കറക്ഷൻ, സ്കിൻ കെയർ, നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന രീതി എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതും നാച്ചുറൽ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ സ്കിൻ കെയർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കിൻ കെയർ യൂസിങ് എ സിമ്പിൾ ടോണർ, ഒരു ബെല്ല വിറ്റയുടെ ടോണറാണ്. ഓക്കെ, ജസ്റ്റ് റോസ് വാട്ടറും ആലോവേര ഇട്ടുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് മോയ്സ്ചറൈസർ, വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ ഫ്ലോലെസ് ഗ്ലോ സെറമിൻ ലോഷൻ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഫേമസ്, നല്ല റിവ്യൂസ് ഒക്കെ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ 2 months ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളിയാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ബ്രൈഡ്സ് മെയ്ഡ് ലുക്കോ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ആക്ച്വലി ഇഫ് യു ആർ ഡൂയിങ് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഞാനിവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, മോയ്സ്ചറൈസർ ഇട്ടു. ഇനി അടുത്തത് നമ്മുടെ മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലേ. therefore we are using a primer from Mars. It's pore cure primer. ഇപ്പോൾ ആമസോണിലൊക്കെ അടിപൊളി സെയിൽ നടക്കുന്നതാണ്. റീകോണിൻ്റെ പ്രൈമേഴ്സിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. ഞാൻ 2 പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് ഇതുവരെ ഡെലിവർ ആയില്ല. വി ഹാവ് ഭയങ്കര ഓഫേഴ്സ് നടക്കുന്നുണ്ട്, എക്സ്പെഷ്യലി ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെയൊക്കെ. പ്രൈമർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൂടുതൽ ഇടുക. പ്രൈമർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മേക്കപ്പിന് ഒരു പെർഫെക്റ്റ് ബേസ് കൊടുക്കാൻ ഒരു നല്ല പ്രൈമറിന് സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് കളർ കറക്ഷൻ. അപ്പോൾ കളർ കറക്ഷന് ഞാൻ ഈ മില ബ്യൂട്ടി കൺസീലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാർക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഈ കൺസീലർ. അപ്പോൾ എനിക്കൊരു പീച്ച് ഷെയ്ഡ് മതി. അപ്പോൾ നമുക്കതിനെ ഒരു പീച്ച് ഷെയ്ഡാക്കാം. ജസ്റ്റ് ശകലം എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിങ്ങനൊരു പാലറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതങ്ങ് ഇത് ചെയ്യണം. എന്നിട്ട് വി ആർ മിക്സിങ് വിത്ത് യെല്ലോ കൺസീലർ. എനിക്ക് എൽഫിൻ്റെ യെല്ലോ കൺസീലറുണ്ട്. ഇതും ഞാൻ ഇപ്പോഴത്തെ ഓഫറിന് വാങ്ങിച്ചതാണ് ആമസോണിൽ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു പീച്ച് കറക്റ്റർ ആക്കണം. ഇഫ് യു ഹാവ് ഓൾറെഡി എ പീച്ച് കറക്റ്റ്, എൻ്റെ സ്കിൻ ടോണ് പീച്ചാണ് മാച്ച് ആവുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കൺസീലർ വാങ്ങിച്ചപ്പോൾ കറക്റ്റർ വാങ്ങിച്ചപ്പോൾ ഷെയ്ഡ് തെറ്റായിപ്പോയി. നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പീച്ച് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. കണ്ടൊരു പീച്ച് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഡാർക്ക് സ്പോട്ട്സ് ഉള്ള എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യണം. നല്ല കറക്റ്റായിട്ട് കളർ കറക്ഷനും കൺസീലൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് കേക്കി ആവും, ആഷി ആവും, ഗ്രേ കളറാവും, ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടത്തില്ല. ബ്ലെൻഡ് ചെയ്യണം. എനിക്ക് അത്ര ലൈറ്റ് പീച്ച് അല്ല, കുറച്ചൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് എൻ്റെ ഇത്. എന്നെക്കാട്ടി ഫെയർ ആയിട്ടുള്ളവർക്ക്, നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടി ലൈറ്റ് പീച്ച് ആയിരിക്കും സ്യൂട്ട് ആവുന്നത്. എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് സ്യൂട്ട് ആവുന്നത്.
പിന്നെ അടുത്തത് ഫൗണ്ടേഷനാണ്. അപ്പോൾ നമ്മൾ കളർ കറക്ഷൻ ചെയ്തു. ഇനി അടുത്ത ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടി ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ വിത്ത് വിറ്റാമിൻ സി ആൻഡ് നയാസിനമൈഡ്, ലൈറ്റ് വെയ്റ്റ്, വാട്ടർ റെസിസ്റ്റന്റ്, നോൺ ക്രീസി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രോഡക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കവറേജൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആ പാലറ്റ് ഞാൻ ക്ലീൻ ചെയ്തു. എന്നിട്ട് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൗണ്ടേഷൻ്റെ കൂടെ ഒരു ഗ്ലോയി ഡ്യൂ എന്നൊക്കെ പറയാം. ആ എഫക്റ്റ് കിട്ടാൻ വേണ്ടി സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ലിക്വിഡ് ഹൈലൈറ്റർ ഡ്രോപ്പ് ആൻഡ് ഗ്ലോ, ഇത് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സിൽവർ, റോസ് ഗോൾഡ്, ഞാനൊരു കോപ്പർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയി ഡ്യൂയി എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് ആദ്യം എല്ലാ സ്ഥലത്തും നല്ല രീതിയിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഓരോ ട്രിക്ക് ആൻഡ് ട്രിപ്സാണ് നമുക്ക് നല്ല രീതിയിലൊരു ഫ്ലോലെസ്, നോൺ ക്രീസി എന്നൊക്കെ പറയുന്ന നമുക്കൊരു ലുക്ക് കിട്ടാൻ വേണ്ടി. യൂസ് മിനിമൽ ഫൗണ്ടേഷൻ ആയാലും എന്തായാലും നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഒരു സ്പഞ്ച് എടുക്കുക, ജസ്റ്റ് ബാക്കിയുള്ളത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഉണ്ടാവുക. എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോൾ അണ്ടർ ഐസ് ഒഴിവാക്കുക. നമ്മളത് കൺസീൽ ചെയ്യും. അപ്പം എല്ലാം കൂടെ ഭയങ്കര ഓവറായിരിക്കും. പിന്നെ Saree ഇൻഫ്ലേമബിൾ ഫുൾ വെയർ എന്ന് പറഞ്ഞൊരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷെയ്ഡ് വന്നിട്ട് ഐ തിങ്ക് ഇറ്റ്സ് 314 ബീച്ച് ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൺസീലറാണ് അടുത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസീലർ എടുക്കുന്നുണ്ട് ഈ പാലറ്റിൽ. ഈ ഷെയ്ഡ് എനിക്ക് ഒരു ശകലം ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ആം മിക്സിംഗ് ഇപ്പോഴത്തെ യെല്ലോ കൺസീലർ, യെല്ലോ കറക്റ്റർ നമുക്ക് ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള യെല്ലോ കറക്റ്റർ വെച്ച് ഞാൻ മിക്സ് ചെയ്യാം. ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ വൺ ഷെയ്ഡ് ഒരു അപ്പറാണ് വാങ്ങാനുള്ളത് എൻ്റെ സ്കിൻ ടോണിന്. അപ്പം വാങ്ങിച്ചു. അപ്പം നമുക്കിത് ജസ്റ്റ് യെല്ലോ കറക്റ്ററായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കണം. ഓക്കെ, യൂസിങ് എ ഫ്ലാറ്റ് ബ്രഷ് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, done, perfect. Okay, അടുത്ത് മാർസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ജസ്റ്റ് നമ്മുടെ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഐബ്രോസ് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഐ മേക്കപ്പിലാണ് പോകുന്നത്. ഒരു സട്ടിലായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, മഴയാണ്, ലൈറ്റിൻ്റെ നല്ല പ്രശ്നമുണ്ട്. പ്ലീസ് സോറി. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോകാം. ഹുഡ ഗേളിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. എപ്പോൾ യൂസ് ചെയ്യുന്ന ഐബ്രോ പാലറ്റാണ്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഐ എം യൂസിങ് ഹെന്ന എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്. ഇറ്റ്സ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഓൾ ഓക്കെ, അത് തന്നെ അപ്പുറത്തെ ഐസിലും കൊടുക്കുക. ഓക്കെ, ഇനി ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. കൊക്കോ എന്ന് പറഞ്ഞിട്ട്. കൊക്കോ അതിനെക്കാട്ടി കുറച്ചും കൂടി ഡാർക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. അത് തന്നെ ഈ താഴോട്ടും കൂടെ കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഐബ്രോ പാലറ്റ് എടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ്സിൻ്റെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 175 റുപ്പീസിന് വാങ്ങിച്ച ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഈ റോസ് ഗോൾഡ് ഷെയ്ഡ് ഞാൻ സെൻറ്ററിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഈ കോർണറിൽ നിന്ന് ജസ്റ്റ് സെൻറ്റർ വരേക്ക്. ഓക്കെ, അത് തന്നെ താഴോട്ട്. ഓക്കെ, ചെറുതായിട്ടൊരു വിങ്ഡ് ഐലൈനർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബ്രോ ബോൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതിനൊരു ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. അടുത്ത കോണ്ടൂറിങ് ആണ്. കോണ്ടൂറിങ് ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ പ്ലസ് കോണ്ടൂറിങ് ഡ്യോ സ്റ്റിക്ക് ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഈ കോണ്ടൂറിങ് ചെയ്തൊക്കെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോണ്ടൂറിങ് പാർട്ട് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മളൊരു ഇൻസൈറ്റിൻ്റെ ഒരു ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് എടുത്ത് നമുക്ക് ടാമ്പ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെ അടുത്തത് ബ്ലഷാണ് ഇടുന്നത്. മോസ്റ്റ് അഫോർഡ്, ഞാൻ 75 റുപ്പീസിന് വാങ്ങിച്ച ബ്ലഷാണ്. ഇൻസൈറ്റിൻ്റെ കാരമൽ എക്ലെയർ. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. 75 റുപ്പീസാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബ്രഷ് എടുത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ലിക്വിഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം.
ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ബ്രോൺസർ ഷെയ്ഡ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഈ മസ്കാരയാണ് ലോറിയൽ പാരീസിൻ്റെ ലാഷ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ്, നല്ല റിവ്യൂസുള്ളൊരു മസ്കാരയാണ്. അപ്പോൾ നമുക്കത് ഇടാം. മേക്കപ്പ് ഫിക്സർ ബ്ലൂ ഹെവൻ്റെയാണ്. നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടൊരു മേക്കപ്പ് ഫിക്സറാണ്. അപ്പോൾ അടുത്ത് ഇനി ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ ലിപ്പ് ലൈനർ ആണെന്ന് പറയാം. എഡ്ജ് ഓഫ് ഡിസയർ, മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ 14 ചോക്കോ ബട്ടർ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. നമുക്ക് അതും ഒരു റെഡ് ഒരു ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു ഷെയ്ഡാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിടാം. നമുക്ക് മേക്കപ്പ് നമുക്ക് കുറച്ച് സട്ടിലല്ലേ, അപ്പോൾ നമുക്ക് ലിപ്പ് കുറച്ച് ഹെവി ആയിട്ട് ഇടാം. ഓക്കെ, ഇതെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞാൽ ബ്ലൂ ഹെവൻ്റെ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഹൈപ്പർ സ്റ്റേ വെയ്റ്റ്ലെസ് മാറ്റ് ലിക്വിഡ് ബ്ലൂ ഹെവൻ്റെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതും നമുക്ക് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. മാറ്റ് ഹോട്ട് മെസ് R02. ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ വരും എന്ന് നോക്കാം. രണ്ടും കുറച്ചൊരു ഡാർക്കർ ടോണിലുള്ളൊരു ഷെയ്ഡാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിൾ. നമ്മൾ ബാംഗിൾസ് ഇട്ടു, പിന്നെ ഒരു ജുംക്ക ഇട്ടു, ബസ് ഇത്നായേ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സിമ്പിൾ ലുക്കാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ എടുത്ത രീതി ചെയ്ത്, അപ്പോൾ കൺസീലർ കറക്റ്റൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് സേ യുവർ റിസൾട്ട്, കമൻറ്റ് യുവർ റിസൾട്ട്സ്. എന്താണ് പിന്നെ ടാറ്റ ബൈ ബൈ, സി യു. പിന്നെ ഒരു കാര്യം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ ബൈ ബൈ, സി യു.